അമ്പലപ്പുഴ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരം പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. വളരെ വാശിയേറിയ ഒരു മത്സരം, രാഷ്ട്രീയമായി വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇടത് കോട്ടയായി നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള മധ്യകേരളത്തിലെ ഒരു ജില്ലയാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് ഇടതുമുന്നണി അവർ ഏറ്റവും അധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ജില്ലകളിലൊന്നുകൂടിയാണ് ആലപ്പുഴ എന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴയിൽ ഇത്തവണ നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ ചിത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അമ്പലപ്പുഴയാണ് തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമായ ചർച്ചകൾ നടന്ന ഒരിടം എന്നുള്ളതാണ്. ജി സുധാകരൻ CPM വിട്ടുപോകുന്നതടക്കമുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് തന്നെ തിരികൊളുത്തി വിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ജില്ലയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇത്തവണ ആലപ്പുഴയിൽ മത്സരം വളരെ കടുത്ത മത്സരം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം നിലവിൽ ജി സുധാകരൻ നേതൃത്വത്തിനെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. മുതിർന്ന നേതാക്കന്മാരെ പരിഗണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയർത്തി പുറത്തേക്ക് പോയൊരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ അത് അങ്ങനെയെന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്ക് ഉള്ള ഒരു ജില്ലയാണ് ആ അമ്പലപ്പുഴ നിയോജക മണ്ഡലം ആലപ്പുഴയിലെ. അതുകൊണ്ട് അവിടെ എല്ലാ മെഷീനറീസും ഇറക്കി എങ്ങനെ ജി സുധാകരനെ പോലെയുള്ള ഒരാളെ പ്രതിരോധിക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടൽ നടക്കുന്നുണ്ട് ആലപ്പുഴയിൽ. ഇന്നലെ തന്നെയാണെങ്കിൽ തന്നെ നോമിനേഷൻ നൽകാൻ വരുമ്പോൾ തന്നെയാണെങ്കിലും സലാമും സലാം സിറ്റിംഗ് MLA ആണ്, LDF സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ജി സുധാകരനും എത്തുമ്പോൾ ആ ഒരു നോമിനേഷൻ നൽകാൻ എത്തുന്ന ആ ഒരു സമയത്ത് പോലും ഒരു ശക്തി പ്രകടനം പോലെയായിരുന്നു അമ്പലപ്പുഴ വന്നിരുന്നത്. പക്ഷേ അമ്പലപ്പുഴ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് അത്ര എളുപ്പത്തിൽ കയറിപ്പോകാൻ കഴിയുന്ന ഒരു മണ്ഡലമായി ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ നല്ല വർക്ക് തന്നെ ഇടതുപക്ഷത്തിന് എടുക്കേണ്ടി വരും. കാരണം തുടർച്ചയായ മത്സരത്തിൽ അമ്പലപ്പുഴയിൽ വിജയിച്ച അമ്പലപ്പുഴക്കാരുമായി നേരിട്ട് ബന്ധമുള്ള ജി സുധാകരനോടാണ് അവിടെ LDFന് മുന്നിട്ട് അല്ലെങ്കിൽ മുട്ടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അമ്പലപ്പുഴയിൽ മത്സരം LDFും ഒപ്പം തന്നെ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF പിന്തുണയോടെ എത്തിയ ജി സുധാകരൻ തന്നെയാണ്.